മൊഡ്യൂൾ 1 മെയിനായിട്ടുള്ളത് എന്താ ബേസിക് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കാനാണ്. അതിൻ്റെ കൂടെ പ്രോബ്ലമായിട്ട് ചോദിക്കുന്നത് കണക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് സിലബസിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റീൽ ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ. സോ അതിന് മെയിനായിട്ട് എന്താണ് എന്ന് പഠിക്കണം. അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് അത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഐ സെക്ഷൻ, പിന്നെ ടി, ആംഗിൾ സെക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ചാനൽ സെക്ഷനൊക്കെ. ഓക്കെ, തേർഡ് വരുന്നത് ഡിസൈനിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ അതിൽ ഡിസൈൻ ഫിലോസഫി ചോദിക്കും. ഡിസൈൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ 2 മെത്തേഡാണ്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും. സോ വർക്കിംഗ് സ്ട്രെസ്സോ ലിമിറ്റ് സ്റ്റേറ്റോ ചിലപ്പോൾ എടുത്ത് ചോദിക്കും. മിക്കവാറും ലിമിറ്റ് സ്റ്റേറ്റ് ആയിരിക്കും എടുത്ത് ചോദിക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഡിസൈൻ ഫിലോസഫി എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറന്നു പോകരുത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡും ആണ്. ഓക്കെ, അതിലെന്തൊക്കെ ടൈപ്പ് ലോഡുകൾ നമ്മൾ എടുക്കും നമുക്കറിയാം. ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, ദെൻ സീസ്മിക് ലോഡ്, അങ്ങനെ കുറേ ടൈപ്പ് ലോഡുകൾ വരുന്നുണ്ട്, ലോഡായിട്ട് വരുന്നുണ്ട്. സോ അത് നമുക്കിവിടെ KTU നോട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഏതൊക്കെ കോഡാണ് യൂസ് ചെയ്യുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം. ഇനി വരുന്നത് കണക്ഷൻസ് ആണ്. 2 ടൈപ്പ് കണക്ഷൻ, മെയിൻലി 3 ടൈപ്പാണുള്ളത്: ബോൾട്ട്, വെൽഡ് ആൻഡ് റിവറ്റ്. ഇതിൽ ബോൾട്ടും വെൽഡുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ബോൾട്ടിലും വെൽഡിലും എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, ദെൻ 2 ടൈപ്പ് ജോയിൻറ്റിലാണ് ബോൾട്ടും വെൽഡും പ്രൊവൈഡ് ചെയ്യുന്നത്: ലാബ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും. ലാബ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുന്നത് ലാബ് ജോയിൻറ്റും, 2 എൻഡുകൾ തമ്മിൽ ചേർത്ത് വെക്കുന്നത് ബഡ് ജോയിൻറ്റുമാണ്. സോ അതിൻ്റെ ഡിസൈനുണ്ട്. അതിനകത്ത് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാനും ഉണ്ട്. ദെൻ എക്സെൻട്രിക് ലോഡ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അത് മൊഡ്യൂൾ 5 എന്ന രീതിയിലാണ് KTU നോട്ടിൽ S7ൻ്റെ CET 401 കിടക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ നോട്ടിൽ ഇതൊക്കെ നോക്കിയാൽ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് 10 പ്രോപ്പർട്ടി ഉണ്ട്, അത് നോക്കണം. നെക്സ്റ്റ് ഏതൊക്കെ ലോഡാണെന്നുള്ളത് ഇവിടെ ഉണ്ട്. ഡിസൈൻ ഫിലോസഫി എന്ന് പറയുന്നത് 2 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് മെയിനായിട്ട് വരുന്നത്, പിന്നെ ഒരു അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡും ഉണ്ട്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് 2 ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെങ്ത്തും സർവീസബിലിറ്റി, അത് നോക്കിയിട്ട് പോവുക. 800ൽ അത് കിടപ്പുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം. ദെൻ കണക്ഷൻസ് 3 ഉണ്ട്: റിവറ്റ്, ബോൾട്ട് ആൻഡ് വെൽഡ്. ഇതിൽ ബോൾട്ടും വെൽഡും ആണ് പഠിക്കാനുള്ളത്. സോ ബോൾട്ട് കണക്ഷനിൽ ബോൾട്ടിൻ്റെ ഫിഗർ ഉണ്ട്. സാധാരണ നമ്മൾ ബോൾട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ആക്കുന്ന സംഭവം, അതിന് നട്ട്സൊക്കെ ഉള്ള ആ ഒരു ഇതിൻ്റെ ഫിഗർ ആ ഒരു സംഭവം ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക. അത് വെച്ചിട്ട് ഫിഗർ വരയ്ക്കുക തിയറി ചോദിച്ചാൽ. സോ അതിന് ഹെഡ് ഉണ്ട്. ദെൻ മിനുസമുള്ളൊരു ഭാഗം ഷാങ്കും ത്രെഡഡ് പോലെയുള്ളത് ത്രെഡുമാണ്. സോ ത്രെഡഡ് ആക്കി കൊടുക്കുന്നത് നട്ട്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഷർ കൊടുക്കും, ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെയുണ്ട്. മെയിൻലി മാർക്കറ്റിൽ M5 തൊട്ട് M36 വരെയുള്ള ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 5 എന്ന് പറയുന്ന സഫിക്സ് കൊടുത്തിരിക്കുന്നത് ഡയമീറ്റർ ഓഫ് ഷാങ്ക്, അതായത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഡയമീറ്ററാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത് M5, M20 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് ഈ ഷാങ്കിൻ്റെ ഡയമീറ്ററാണ്. സോ 36 വരെ നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഗ്രേഡ് 4.6 to 8.8. ഇതിൽ 4ഉം 6 എന്താണെന്നാണ്. 4 എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ അത് വെച്ച് നമ്മൾ പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത്ത്. ഓക്കെ, ഒരു ഈൽഡ് സ്ട്രെങ്ത്ത് അതുപോലെ നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത്ത് തമ്മിലൊരു റേഷ്യോ പോലെയാണ്. സോ ഈൽഡ് സ്ട്രെങ്ത്ത് ഇപ്പോൾ 4.6ൽ 6 ആണ്. സോ 6 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ഈ പറയുന്ന 4. ഓക്കെ, ഇത് 400 MPa. 4 മീൻസ് 400 MPa. അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്ത് 400 MPa എന്നാണ് 4 ഡിനോട്ട് ചെയ്യുന്നത്. 6 എന്ന് പറയുമ്പോൾ 6/10 ഇൻറ്റു 400 ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ 0.6. ഓക്കെ, അതാണ്, അതായത് 240 അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. 4.6ൽ 4 എന്ന് പറയുന്നത്
ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, അത് 400 MPa ആണ്. ദെൻ 6 എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മൾ ഈൽഡ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. 0.6 × 400, സോ ഏകദേശം 240 MPa ആണ് ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ബോൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ ഫെയിലിയർ, ഏതൊക്കെ ടൈപ്പ് ഫെയിലിയർ ആണ് ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ടെർമിനോളജി, ഇതിൽ പിച്ച് എന്താണ്, ഗേജ് ഡിസ്റ്റൻസ്, എൻഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കണം. പിച്ച് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സ്പെൻഡർ സ്പേസിംഗ് ആണ്. ഡയറക്ഷൻ ഓഫ് ലോഡ്, ലോഡിൻ്റെ ഡയറക്ഷൻ, ആ ഫിഗറിൽ ലോഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അതിന് പാരലലായിട്ട് വരുന്നതാണ് പിച്ച്. ദെൻ പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് ഗേജ്. ദെൻ എന്താണ് എഫിഷ്യൻസി എന്നുള്ളത്, സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ഇൻറ്റു 100. ദെൻ നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ P/BV. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോഡിലുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്തും ദെൻ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത്തും കണ്ടുപിടിക്കണം. ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് 2 ഉണ്ട്, ഷിയറും ബെയറിങ്ങും, അതും കണ്ടുപിടിച്ച് ദെൻ നമ്മൾ അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ സോളിഡ് പ്ലേറ്റിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്. ദെൻ പിന്നെ വരുന്നത് NSൻ്റെ വാല്യൂ. സിംഗിൾ ഷിയർ ആണെങ്കിൽ ഒറ്റ പ്ലേറ്റേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ളെങ്കിൽ 2 പ്ലേറ്റുകൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒറ്റ പ്ലെയിനേ ഉള്ളൂ. സോ സിംഗിൾ പ്ലെയിനാണ്, സോ അത് സിംഗിൾ ഷിയർ. അല്ല ഇങ്ങനെ 2 പ്ലേറ്റുകളാണ് വരുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ 2 പ്ലെയിൻ വരും, സോ ഡബിൾ ഷിയർ വരും. സോ ഡബിൾ ഷിയറിൻ്റെ കേസ് NSഉം 1 ആക്കിയിട്ട് എടുക്കണം. ഓക്കെ.